ജമാഅത്ത് ഇസ്ലാമി കേരളം ഭരിക്കും എന്ന് ഭീതിപ്പെടുത്തിയാണ് CPM LDF പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, UDF അധികാരത്തിൽ വരാതിരിക്കാനായിട്ട്. ഇപ്പോൾ ലീഗിൻ്റെ നേതാവായിട്ടുള്ള KM ഷാജി പറഞ്ഞ ഒരു വലിയ പ്രസംഗം നമുക്കറിയാം. മതമാണ് 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 പ്രശ്നം, ഞങ്ങൾക്കത് തന്നെയാണ് പ്രശ്നം, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ UDFനെ കോൺഗ്രസ്സിനെ ജയിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഭൂരിപക്ഷം സമുദായങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഇവരുടെയൊക്കെ മെൻറ്റാലിറ്റിയിൽ UDFന് കുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ കുത്തേണ്ടത് എന്നൊരു തോന്നൽ ഇത്തരത്തിലുള്ള നേതാക്കളുള്ള UDF ക്രിയേറ്റ് ചെയ്യില്ലേ? അല്ല, KM ഷാജി ഒരു പ്രത്യേക തരത്തിലുള്ള മുസ്ലിം ലീഗ് നേതാവാണ്. കുഞ്ഞാലിക്കുട്ടിയെയും KM ഷാജിയെയും നമ്മൾ അരിയിൽ വെച്ച് താരതമ്യം ചെയ്താൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സ്വീകാര്യനായ രീതിയിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവായിരിക്കും. ഷാജി അങ്ങനെയല്ല. ഷാജി മുസ്ലിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന നേതാവാണ്. കാരണം അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്, ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നതിൽ എന്താണ് തകരാറ്, അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സമുദായം അതിന് വലിയ ഊന്നൽ നൽകുമ്പോൾ മറ്റ് സമുദായങ്ങളുടെ ഊന്നലുകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നില്ല, അത് മറ്റാരെങ്കിലും നിർവഹിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം അവരോട് പറയുന്നത്. നിങ്ങൾ പോയി നിങ്ങളുടെ സമുദായത്തിന് പാർട്ടി ഉണ്ടാക്കി നിങ്ങൾ വാ, നമുക്ക് മത്സരിക്കാം എന്നാണ് പറയുന്നത്. ഇവരെന്തിനാണ് കോൺഗ്രസിൻ്റെ കൂടെ മത്സരിക്കാൻ നടക്കണം? മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പോരെ? ഇപ്പോൾ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കേരളം ഭരിക്കാൻ പറ്റില്ല, മലപ്പുറം ഭരിക്കാൻ പറ്റും. അപ്പം മലപ്പുറത്തുള്ള വോട്ട് കൊണ്ട് കേരളം ഭരിക്കണം എന്ന് പറയുന്ന അത്യാഗ്രഹത്തിൻ്റെ പ്രതീകമാണ് ഷാജി എന്ന്. ഷാജിക്ക് കോൺഗ്രസ് ജയിച്ച് അധികാരത്തിൽ വരേണ്ടത് മുസ്ലിം ലീഗിൻ്റെ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് കേരളത്തിൽ പ്രത്യേകിച്ച് കേരള സമൂഹത്തിൻ്റെ അത്യുന്നതിക്കോ വികാസത്തിനോ പുരോഗതിക്കോ മതേതരത്വത്തിനോ ജനാധിപത്യത്തിനോ ഒന്നുമല്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്: കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഞങ്ങൾക്ക് നഷ്ടമായതെല്ലാം തിരിച്ചു പിടിക്കണം. ഇവർക്കെന്താ നഷ്ടമായത്? നഷ്ടമായത് എന്താണെന്ന് അയാൾ പറയണ്ടേ? നഷ്ടമായത് എന്താണ് എന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ അധികാരം നഷ്ടമായി എന്നാണ്. മുസ്ലിം ലീഗിൻ്റെ അധികാരം നഷ്ടമായി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് ഭരിച്ചിരുന്നതായിട്ടുള്ള വകുപ്പുകളിലെല്ലാം മുസ്ലിം ലീഗിന് അമിതമായ പ്രാധാന്യം നൽകുകയും മുസ്ലിം ലീഗിനെ അവിടെയെല്ലാം സ്ഥാപിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ആ പ്രതിഷ്ഠാ കർമ്മം നടക്കാതെ പോയി എന്നാണ് ഷാജി പറയുന്നത്. ഷാജിക്ക് മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും. അതിനെ എതിർക്കുന്ന മുഴുവൻ ആളുകളെ അയാൾ എതിർക്കും. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ നമ്മുടെ ഈ കൂട്ടുകക്ഷി ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഇംഗ്ലീഷ് ക്യാരക്ടറുള്ള ഒരാളായി മാറും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒറ്റയാൾക്കും അദ്ദേഹത്തിനൊപ്പം പോകാനായിട്ട് തോന്നുന്നില്ല. മുസ്ലിങ്ങൾക്ക് ആവേശം ഉണ്ടാകും, മുസ്ലിങ്ങളെ അയാൾ ആവേശം കൊള്ളിക്കട്ടെ. അയാൾ എന്തിനാണ് പിന്നെ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ട് സഹകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിങ്ങൾ മാത്രം ആവേശം കൊള്ളിക്കാനായിട്ട് ഷാജിക്ക് കഴിയുള്ളൂ. കാരണം ഷാജി നിലനിൽക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മുസ്ലിം സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ സംഭവം എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റ് സമുദായ അംഗങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറ്റില്ല. ഇയാൾ വളരെ സെപ്പറേറ്റിസ്റ്റാണ്. അത് അയാൾ പറയുന്നത് എൻ്റെ സ്വഭാവമാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിട്ട് നമുക്കെന്താ പ്രശ്നം? ആ സ്വഭാവം കൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ അദ്ദേഹം നടക്കട്ടെ, മറ്റുള്ളവരുടെ ഇടയിൽ അയാൾ എന്തിനാ വന്നത്? അതാണുള്ള വിഷയം. അത് തിരിച്ചറിയുകയും എതിർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ പ്രശ്നമാണ്. ആ സാമൂഹ്യ ബോധമുള്ളവരെ അതിനെ എതിർക്കണം. അപ്പോൾ KM ഷാജി മത്സരിപ്പിക്കുന്നത് വേങ്ങരയില്ല. മുസ്ലിം ലീഗ് ആരെ കൊണ്ട് നിർത്തിയാലും ജയിക്കുന്ന അത്രമാത്രം ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സ്ഥലം. അത് അവർ പ്രത്യേകിച്ച് നിർമ്മിച്ചെടുത്ത ഒരു സ്ഥലമൊന്നുമല്ല. മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് മുസ്ലിങ്ങളുടെ പാർട്ടി. ഈ വലിയ ആവേശം കാണിക്കുന്നവൻ വന്ന് എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ഒന്ന് മത്സരിക്കട്ടെ.
അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയി മുസ്ലിങ്ങൾ ഇല്ലാത്തടത്ത് പോയി മത്സരിക്കട്ടെ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ്റെ പ്രശ്നം അതല്ലല്ലോ. മുസ്ലിങ്ങളുടെ പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ ഭരണമാണ്, മുസ്ലിങ്ങളുടെ ആധിപത്യമാണ്. ആ ആധിപത്യം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സാഹചര്യം ഭരണാധിപത്യത്തിൽ വരുന്ന സമയത്ത് ഉണ്ടാകും. അതാണ് മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതും ഭയപ്പെടുത്തുന്നതായിട്ട്. അതാണ് പ്രശ്നം. ഇദ്ദേഹം വിജയിച്ച് കയറി ഒരു മന്ത്രിയൊക്കെ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അതെ, ഒരു വകുപ്പിൻ്റെ അധിപനായിട്ട് അദ്ദേഹം വരുന്നു, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധിപനായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആര് മാത്രമേ ഉള്ളൂ? മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ, മുസ്ലിം സമുദായം മാത്രമേ ഉള്ളൂ. ബാക്കി എത്രയോ സമുദായം നമ്മുടെ ഈ കേരളത്തിനകത്തുണ്ട് അല്ലേ? ഹിന്ദുക്കൾ തന്നെ പലതരം ഹിന്ദുക്കൾ, പിന്നെ ക്രിസ്ത്യാനികൾ, ബാക്കിയുള്ള വിഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യം ഇപ്പോൾ പാഴ്സികൾ പോലെയുള്ള നമ്മളെ സമൂഹത്തിൽ കാര്യമായിട്ടില്ല. അപ്പോൾ ഈ ഹിന്ദുക്കളും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളും എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരോടുള്ള ഇയാളുടെ സമീപനം എന്തായിരിക്കും? അത് അയാളെയാണല്ലോ ആദ്യം പറയേണ്ടത്. ഞങ്ങളുടെ പാർട്ടി നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഒരാൾ എന്തിനാണ് മുസ്ലിം സമുദായവും ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒക്കെ അടങ്ങുന്ന പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നത്? ആ ചോദ്യം വരില്ലേ? അയാൾ എങ്ങനെയായിരിക്കും ക്രൈസ്തവരെയും അതേപോലെ തന്നെ ഹിന്ദുക്കളെയൊക്കെ ഹാൻഡിൽ ചെയ്യുക? ഇയാളുടെ സമുദായത്തിൻ്റെ അവകാശം ക്രൈസ്തവ സമൂഹത്തിൻ്റെ അവകാശവും അതേപോലെ തന്നെ ഹിന്ദു സമുദായത്തിൻ്റെ അവകാശമായി താരതമ്യം ചെയ്യുമ്പോൾ ഇയാൾക്കത് ബാലൻസ് ചെയ്ത് കാണാനായിട്ട് കഴിയും. മുസ്ലിം സമുദായത്തിൻ്റെ അവകാശത്തിന് തുല്യമായിട്ടുള്ള അവകാശമാണ് ക്രിസ്ത്യൻ സമുദായത്തിനും അതേപോലെ ഹിന്ദു സമുദായത്തിനും എന്ന് കാണാൻ കഴിയുന്ന ഒരാളല്ല ഷാജി. ഷാജിക്ക് മുസ്ലിം സമുദായത്തെ മാത്രം കാണാൻ പറ്റും. അപ്പോൾ മറ്റവരുടെ സ്ഥിതി എന്തായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശരിക്കും. ഇയാൾ മന്ത്രിയായാൽ മറ്റ് സമുദായ അംഗങ്ങളുടെയും സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളിൽ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ആ ചോദ്യം വരും. അതൊരു പ്രശ്നമാണ്. ഇത്തരം ആളുകൾ അങ്ങനെ മന്ത്രിമാരാകാൻ പാടില്ല എന്നുള്ളതാണ്. അവർ മുസ്ലിങ്ങളുടെ മാത്രം കാര്യം നോക്കുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിൽ മന്ത്രിയോ മഹാരാജാവോ എന്തെങ്കിലും ആയിട്ടിരുന്നോട്ടെ. ഇപ്പം മുസ്ലിം ലീഗ് മതേതരമാണ് ഞങ്ങൾ എന്ന് കാണിക്കാനായിട്ടാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇതര മതത്തിലുള്ള ആളുകളെയും സ്ഥാനാർത്ഥികളായിട്ട് നിയമിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഒരു പട്ടികജാതി പട്ടികവർഗ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സീറ്റിൽ ഏത് മുസ്ലിമിനെ നിർത്താൻ പറ്റും? മുസ്ലിമിനെ നിർത്താൻ പറ്റുമല്ലോ. കാരണം മുസ്ലിം എന്തല്ല, പട്ടികജാതി പട്ടികവർഗം അല്ല. അവൻ ഈ മുന്നണി സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരു സീറ്റ് വാങ്ങിക്കും. അവിടെ അതിന് പറ്റിയ ഏതെങ്കിലും ആളെ കൊണ്ട് നിർത്തേണ്ടി വരും. അത് വേറെ വഴി കൂടി പോകുന്ന ആരെങ്കിലും പിടിച്ചു വെക്കേണ്ടി വരും എന്നുള്ള. അതല്ലാണ്ട് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ആവശ്യങ്ങളും ആദർശങ്ങളും കാര്യപരിപാടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ള മറ്റേത് മതക്കാരൻ അതിനകത്ത് വരാനാണ്. ലീഗ് ഒരു അപകടകാരിയാണെന്നാണ് മാഷ് പറയുന്നത്. ലീഗ് അപകടകാരിയല്ല. ലീഗ് മുസ്ലിങ്ങളുടെ സാമുദായിക കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു പാർട്ടി ഒറ്റയ്ക്ക് നടക്കട്ടെ എന്ന് ചോദിക്കണം. അവരെന്തിനാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ കൂടെയൊക്കെ കൂടെ നടക്കുന്നത്? അവർ അപകടകാരി അല്ലാത്തടത്തോളം നമ്മൾ അവരെ ഭയപ്പെടേണ്ടല്ലോ. ഇല്ല. അവർ പക്ഷേ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്താൽ എന്ത് ചെയ്യും? ഷാജിയെ പോലെയുള്ള ആളുകൾ എന്തിനാണ് അങ്ങനെ സംസാരിക്കണം? ഷാജി ഇതാണ്. ഇതേപോലത്തെ ഒരുപാട് ഷാജിമാർ അതിനകത്തുണ്ട്. അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണ്. കോൺഗ്രസ് എന്താണ് പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ച്? ജവഹർലാലിനെ പറഞ്ഞിരുന്നത് ഈ ചത്ത കുതിരയാണെന്നാണ് പറഞ്ഞത്. അതാണ് മുസ്ലിം ലീഗിൻ്റെ അവസ്ഥ. അതിനെ പിന്നെ മാറ്റിയെടുത്ത് ഈ രൂപത്തിലാക്കി ഇപ്പോഴും എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്വഭാവം അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സമുദായത്തിൻ്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരാൾ പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള സർക്കാർ വകുപ്പുകളിൽ മന്ത്രിയാകാൻ പാടില്ല എന്നുള്ളതാണ്. KM ഷാജി മന്ത്രിയാകാൻ പാടില്ല. കാരണം KM ഷാജിക്ക് മുസ്ലിം സമുദായം മാത്രമാണ് മുന്നിലുള്ളത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ് അതിന് എന്ന് ഇയാൾ മറ്റുള്ളവരോട് ചോദിക്കും. ഇയാളുടെ ഈ അസഹിഷ്ണുതയുടെ ശബ്ദം കേൾക്കാനായിട്ടാണോ കേരളത്തിൽ ഹിന്ദുക്കളും അതേപോലെ തന്നെ ക്രൈസ്തവരൊക്കെ ഇരിക്കുന്നത്? അല്ല. ഇവനെന്തിനാ ഇങ്ങനെ കിടന്ന് കുരക്കണത് എന്ന് ചിലപ്പോൾ ആളുകൾ ചോദിച്ചേക്കും.